ഇവ ആത്മാർത്ഥതയോടെ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒന്നിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യസന്ധത, സുതാര്യത, സ്നേഹം, ഹൃദയ വിശാലത എന്നിവയെല്ലാം അതിൽപ്പെടുന്നവയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹിഷ്ണുത എന്നതാണ്. വ്യക്തിബന്ധങ്ങളിൽ മുതൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഹിഷ്ണുതയുടെ ഇല്ലായ്മ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പുതിയ തലമുറയായ നിങ്ങളിലേക്ക് പടർന്നിട്ടുണ്ട് എന്ന് മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ എന്നെ പേടിയോടെ ബോധ്യപ്പെടുത്തുന്നു. സഹിഷ്ണുത, അതായത് ടോളറൻസ് എന്നത് ആകാശം പോലെ വിശാലമായ ഒരു പദമാണ്. ഒരു വ്യക്തിയുടെ എല്ലാ ഗുണഗണങ്ങളെയും കുറവുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സ്നേഹിക്കുക എന്ന നന്മയാണ് സഹിഷ്ണുത. ഞാൻ എന്നൊരാൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നും മറ്റ് മനുഷ്യനും മൃഗങ്ങളും വൃക്ഷങ്ങളും മുതൽ കൂടി പ്രാണികളും ചേർന്നൊരു ആവാസ വ്യവസ്ഥയിലെ ഒരു മണൽ തനി മാത്രമാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവ് കൂടിയാണ് സഹിഷ്ണുത. ഈ തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്കാരോടും അസൂയയോ പകയോ വിദ്വേഷമോ ഉണ്ടാവില്ല. മനസ്സിന് ഏറ്റവും നല്ല അവസ്ഥയാണ് അത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളോടും. ഇന്ന് നിങ്ങൾ കുട്ടികളെയും ഞാനടക്കം ഉള്ള മുതിർന്നവരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രേസാണ് ഈ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിനും അതിൽ നിറഞ്ഞ സാമൂഹിക മാധ്യമങ്ങൾക്കും ഒരുപാട് ഗുണവശങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷവശങ്ങളുമുണ്ട്. കുട്ടികളുടെ മനസ്സ് ഫലഭൂയിഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ്. ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന് വസന്തമാകും. മൊബൈൽ ഫോണിനകത്തെ ലോകം കാഴ്ചയുടേത് മാത്രമാണ്.